ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തര വേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു. आप सबसे आग्रह किया है कि सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है. सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते, सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है. രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാതുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇത് പ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമതാവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ USഉം സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് USഉം ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗ്ഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി. Last year, the world's fastest growing large economy. All of this is in the middle of 2 wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാതു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒന്റാറിയോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമി ഫൈനലിൽ. ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈന് നേരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.